ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോപ്പ് ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കാസ്റ്റിക് സോഡയാണ് കട്ടിയുള്ളത്, അത് 100 ഗ്രാം ഉണ്ട്. അതുപോലെ സോഡിയം സൾഫേറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് യെല്ലോ കളറാണ്. പച്ചയും റെഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആയി. ഇത് അതിന് വേണ്ടിയത് അതിന് ഒരു പെർഫ്യൂം. ഇനി നമുക്ക് കാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും 3 ലിറ്റർ വെള്ളം വെച്ച് ഓരോ ബക്കറ്റിൽ എടുക്കാം. പ്ലാസ്റ്റിക് ബക്കറ്റിൽ വേണം എടുക്കാൻ. അപ്പം 3 ലിറ്റർ വെച്ചിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ 3 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കിനി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം നമ്മൾ ശരിക്കും ഇതിനെ ഒരേ സൈഡിലേക്ക് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചും ഇളക്കരുത്. നമുക്ക് ചെറിയൊരു കമ്പൊക്കെ എടുത്താലും മതി കേട്ടോ, ഇത് ഇളക്കാൻ വേണ്ടിയിട്ടേ. നല്ലതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ദ്രവിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ കമ്പ് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. വേസ്റ്റായിട്ടുള്ള എന്തെങ്കിലും സ്റ്റീലിൻ്റെ ദണ്ടുകളോ ഒക്കെ ആയിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുത്ത് നമുക്കിനി അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് 4 മണിക്കൂറോളം നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഓരോ സെറ്റ് ലാസ്റ്റാണ് ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ഇത് ഇരിക്കണം. ഇതും അതുപോലെ തന്നെ നമുക്ക് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന കാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം 3 6 ലിറ്റർ വെള്ളം നമ്മളിപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. മൊത്തം 10 ലിറ്ററേ വരാവുള്ളൂ. ഇതുപോലെ വീട്ടിലുള്ള നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിലുണ്ടല്ലോ, കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാം. ഒപ്പം സ്ലറിയും കൂടി നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് നന്നായിട്ടിത് അണുനശീകരണം ഉണ്ടാകുന്ന ഒരു ലിക്വിഡാണ്. തുണി കഴുകാനും തറ തുടയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒഴിക്കേണ്ടത് പെർഫ്യൂമാണ്. അതുകൂടെ നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തൊരു പീസ് ചെറുനാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് ക്ലീനാക്കി നമുക്ക് വരാൻ പാകത്തിന് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ പതയൊക്കെ അടങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്കുണ്ടല്ലോ, വൈകുന്നേരം ഇത് എല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ആഡ് ചെയ്തൊക്കെ വെച്ചേക്കുവാണെങ്കിൽ രാവിലെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിലുകളിലൊക്കെ ആക്കി വെക്കാൻ എളുപ്പമുണ്ട്. അപ്പോഴത്തേക്ക് പതയും അടങ്ങും. അതുപോലെ ചെറിയൊരു ചൂടുണ്ട് ഇതിന്, ആ ചൂടും ഒന്ന് ശമിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.